ചാപ്റ്റർ 5 അവസാനിച്ചു. നമുക്കിനി ചാപ്റ്റർ 6 സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 6 കുറച്ചുകൂടി എളുപ്പമാണ്, കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് പോകാൻ പറ്റും. സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, എ ബൗണ്ടഡ് ഓപ്പറേറ്റർ എ എലമെൻറ്റ് ഓഫ് എച്ച് ഓൺ എ ഹിൽബർട്ട് സ്പേസ് ഈസ് കോൾഡ് സെൽഫ് അഡ്ജോയിൻറ്റ് ഓർ സിമെട്രിക് ഇഫ് എപ്പോഴാണ് പറയുക, ഇന്ന പ്രൊഡക്റ്റ് എ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് എക്സ് കോമ എ വൈ ഫോർ എവരി എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് എച്ച്. അതായത് ഒരാൾ സെൽഫ് അഡ്ജോയിൻ്റ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം, ഇന്നപ്പുറത്ത് എ ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇന്നപ്പുറത്ത് എ കോമ എ വൈ ഫോർ എവരി എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ സെൽഫ് അഡ്ജോയിൻറ്റ് ഡിഫൈൻഡ് ഓൺലി ഇഫ് എ സ്റ്റാർ ഈക്വൽ ടു എ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്നപ്പുറത്ത് എ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എങ്ങനെ എഴുതാം, നമുക്ക് ഇന്നപ്പുറത്ത് എക്സ് കോമ എ സ്റ്റാർ വൈ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ അർത്ഥം എ സ്റ്റാറും എയും എന്താണെന്ന് അർത്ഥം സെയിം ആണെന്നാണ് അർത്ഥം. എക്സാമ്പിൾ എന്താ, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്തായിരിക്കും, ഉറപ്പായിട്ടും ഒരു സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ ആയിരിക്കും. ഇനി ഇന്നപ്പോഴത്തെ ഐ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഈ എക്സ് കോമ വൈ തന്നെയാണ്, തിരിച്ചും അങ്ങനെ തന്നെയാണ്. സോ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എവിടെ സ്പേസിലും സെൽഫ് അഡ്ജോയിൻ്റ് ആയിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ, എൽ ടു എൻ എന്ന് എൽ ടു എന്നിലോട്ട് ഡിഫൈൻ ചെയ്യണം. എൽ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര ഡിഫൈൻ ചെയ്യണത് എക്സ് ടു എക്സ് ത്രീ എക്സെട്ര റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററാണ് ഈ ഡിഫൈൻ ചെയ്യണത്. സോ എൽ എക്സ് കോമ വൈ ഈക്വൾ ടു എന്താ, ഇന്നപ്പോഴത്തെ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര ആണ്. വൈ വൺ വൈ ടു വൈ ത്രീ എടുത്തു കഴിഞ്ഞാൽ എന്തോരും ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്നത് എൽ എക്സ് കോമ വൈ ആണ്. അതായത് എക്സ് ടു എക്സ് ത്രീ എക്സെട്ര എക്സ് വൺ വൈ വൺ ആണ്. അപ്പം പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താവും, എക്സ് ടു വൈ വൺ ബാർ എക്സ് ത്രീ വൈ ടു ബാർ എക്സ് ഫോർ വൈ ത്രീ ബാർ എക്സെട്ര ആണ്. എക്സ് എൽ സ്റ്റാർ വൈ എടുക്കുമ്പോൾ എന്താകുക, എക്സ് വൺ എക്സ് ടു വൈ. അതായത് ഈ ഷിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റാർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. അതായത് 0 വൈ വൺ വൈ ടു വൈ ത്രീ എക്സെട്ര എന്നുള്ളതാണ് ഇതിൻ്റെ ഷിഫ്റ്റ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. നോക്കുക, ഇതിൻ്റെ കറസ്പോണ്ടിങ് എൽ സ്റ്റാർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളാണ്. ഓക്കെ, സോ എടുക്കുമ്പോൾ എന്താ എൽ സ്റ്റാർ വൈ ദറ്റ് ഇംപ്ലൈസ് എന്ത് വരും, ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ ഫോർ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഇസ് ദി ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. പ്രൊഡക്റ്റ് ഇങ്ങനെ എടുത്താലേ ശരിയാവുള്ളൂ എന്നുള്ളതാണ് സത്യത്തിൽ. അതായത് രണ്ടാമത്തെ ആളും എക്സ് എൽ സ്റ്റാർ വൈ ഇത് രണ്ടും സെയിം ആയി വരണമെങ്കിൽ പ്രൊഡക്റ്റ് ഏത് രീതിയിൽ എടുക്കണം, ഫസ്റ്റ് ടേമും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇല്ലാതായി പോകണം, ബാക്കിയെല്ലാം ഇങ്ങനെ വന്നാൽ മാത്രമേ നമുക്കത് ശരിയാവുള്ളൂ. ഓക്കെ, സോ നേരത്തെ കണ്ട റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ അഡ്ജോയിൻറ്റ് എ സ്റ്റാർ എന്ന് പറയുന്നത് ആരാന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള 0 എക്സ് വൺ എക്സ് ടു എക്സെട്ര എന്ന് പറയുന്നതാണ്. ഓക്കെ, സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ ഓഫ് എ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഇസ് ദി ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. ഇനി ജനറൽ പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടി 6.1.1, ദ പോയിന്റ് സ്പെക്ട്രം സിഗ്മ പി ഓഫ് എ സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ എ സാറ്റിസ്ഫൈസ് എന്താ പറയണത്, സിഗ്മ പി ഓഫ് എ കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു ആർ ആയിരിക്കും എന്നാണ് പറയണത്. അതായത് സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ പോയിന്റ് സ്പെക്ട്രം റിയൽ നമ്പേഴ്സാണ് വരിക. എന്ന് വെച്ചാൽ എക്സാക്ട്ലി പറയണത് ഐഗൻ വാല്യൂസ് എന്തായിരിക്കും, റിയൽ ആയിരിക്കും എന്നാണ് പറയണത്. ഓക്കെ, എളുപ്പമാണ് അതിൻ്റെ പ്രൂഫ്. ഇഫ് ലാംഡ എലമെൻറ്റ് ഓഫ് സിഗ്മ പി ഓഫ് എ എടുത്തു, ദെൻ ദർ എക്സ് എന്താ അർത്ഥം, ലാംഡ സിഗ്മ പി ഓഫ് എയിൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ അർത്ഥം ദർ എക്സിസ്റ്റ് എക്സ് നോട്ട് ഈക്വൾ ടു 0 സെറ്റ് എ എക്സ് ഈക്വൾ ടു ലാംഡ എക്സ് എന്നാണ് അർത്ഥം അല്ലേ. ലാംഡ നോം എക്സ് സ്ക്വയറിന് എങ്ങനെ എഴുതാം, ഇന്ന പ്രൊഡക്റ്റ് ലാംഡ എക്സ് എക്സ് എന്ന് എഴുതാം. ഈക്വൾ ടു എങ്ങനെ എഴുതാം, അതിനെ ലാംഡനെ ഉള്ളിക്കെടുക്കാം. ഇന്ന പ്രൊഡക്റ്റ് ഫസ്റ്റ് വേരിയബിൾ ലീനിയർ ആണ്. സോ ഇന്ന പ്രൊഡക്റ്റ് ലാംഡ എക്സ് എക്സ് എന്ന് എഴുതാം. പക്ഷേ ലാംഡ എക്സിന് റീപ്ലേസ് ചെയ്യാം, ഇന്ന പ്രൊഡക്റ്റ് എ എക്സ് എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. അതിനെ വീണ്ടും മാറ്റാം, ഇന്ന പ്രൊഡക്റ്റ് എക്സ് കോമ എ എക്സ് ആക്കി മാറ്റാം. ഇന്ന പ്രൊഡക്റ്റ് എക്സ് കോമ എ സ്റ്റാർ എക്സ് എന്നാണ് എഴുതുക, പക്ഷേ എ സെൽഫ് അഡ്ജോയിൻ്റ് ആയതുകൊണ്ട് ഇന്ന പ്രൊഡക്റ്റ് എക്സ് കോമ എ എക്സിൻ്റെയും മാറി. ദറ്റ് ഈസ് ഇന്ന പ്രൊഡക്റ്റ് എക്സ് കോമ ലാംഡ എക്സിൻ്റെയും മാറി. ദറ്റ് ഈസ് രണ്ടാമത്തെ വേരിയബിളിലാണ് ലാംഡ കിടക്കുന്നത്. ബൈ ഇന്ന പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ലാംഡ ബാർ ഇന്ന പ്രൊഡക്റ്റ് എക്സ് എക്സ് വന്നു. ദറ്റ് മീൻസ് ലാംഡ ഇൻറ്റു നോം എക്സ് സ്ക്വയർ ഈക്വൾ ടു ലാംഡ ബാർ ഇൻറ്റു നോം എക്സ് സ്ക്വയർ. കാരണം നോം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് എക്സ് എക്സ് ഹോൾ പവർ 1/2 ആണ്. സോ എന്ത് കിട്ടി നമുക്ക്, ലാംഡ മൈനസ് ലാംഡ ബാർ ഇൻറ്റു ഇന്നപ്പോഴത്തെ നോം എക്സ് സ്ക്വയർ ഈക്വൾ ടു 0 എന്ന് കിട്ടി അല്ലേ. പക്ഷേ എക്സ് നോട്ട് ഈക്വൾ ടു 0 ആണ്. സോ നോം എക്സ് സ്ക്വയർ ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. അപ്പോൾ ആര് 0 ആവണം, ലാംഡ മൈനസ് ലാംഡ ബാർ 0 ആവണം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ലാംഡയും ലാംഡ ബാർ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ നമ്പറും ആ നമ്പറിൻ്റെ കോൺജുഗേറ്റും കൂടി ഡിഫറൻസ് എടുത്താൽ 0 വരണമെങ്കിൽ എന്ത് വരണം, ആ രണ്ട് നമ്പേഴ്സും റിയൽ ആയേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ലാംഡ ഈക്വൾ ടു ലാംഡ ബാർ ആണ്. ദാറ്റ് ഈസ് എന്ത് കിട്ടി, സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ പോയിന്റ് സ്പെക്ട്രത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും, റിയൽ ആയിരിക്കും. get lambda element of sigma p of a plus lambda element of sigma p of a contained or equal to r. Next property 6.1.2, if lambda 1 and lambda 2 belongs to sigma p of a, രണ്ട് പോയിന്റ് സ്പെക്ട്രത്തിലെ ആൾക്കാരാണ്, ഐഗൻ വാല്യൂസ് ആണ്. അപ്പോൾ
എ സെൽഫ് അഡ്ജോയിൻ്റ് ആണ് തന്നിട്ടുണ്ട്. ലാംഡ നോട്ട് ഈക്വൽ ടു ലാംഡ 2 ആണ്. ഡിഫറൻറ്റ് ഐഗൻ വാല്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. A1 x1 ഈക്വൽ ടു ലാംഡ x1, x2 ഈക്വൽ ടു ലാംഡ x2. ലാംഡ 1ൻ്റെയും ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആയിരിക്കും എപ്പോൾ എ സെൽഫ് അഡ്ജോയിൻ്റ് ആകുമ്പോൾ എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കുക? ലാംഡ 1 നോട്ട് ഈക്വൽ ടു ലാംഡ 2 ആണ്. സോ നമ്മളെന്ത് പറയുന്നത് എടുത്തിട്ടുള്ളത് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്കെന്താ അറിയാം? ലാംഡ 1 ഇന്ന പ്രൊഡക്റ്റ് x1 x2 ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇന്ന പ്രൊഡക്റ്റ് ലാംഡ 1 ഉള്ളിലേക്ക് എടുക്കാം, ഇന്ന പ്രൊഡക്റ്റ് ലാംഡ 1 x1 x2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലാംഡ 1 x1 എന്ന് പകരം ലാംഡ 1 ഐഗൻ വാല്യൂ ആയതുകൊണ്ട് ഇന്ന പ്രൊഡക്റ്റ് ax1 x2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇന്ന ഈക്വൽ ടു x1, ax2 ആയി മാറി. കാരണം സെൽഫ് അഡ്ജോയിൻ്റ് ആണ്. ax2 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ പറ്റും? അതിനെ ലാംഡ 2 x2 എന്ന് റീപ്ലേസ് ചെയ്യാം. സോ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി അതിന് പുറത്തേക്ക് എടുത്താൽ ലാംഡ 2 ബാർ x1 x2 ആയി മാറും. സോ മൊത്തത്തിൽ ഡിഫറൻസ് എടുത്താൽ ലാംഡ 1 ഇന്ന പ്രൊഡക്റ്റ് x1 x2 മൈനസ് ലാംഡ 2 ബാർ ഇന്ന പ്രൊഡക്റ്റ് x1 x2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ലാംഡ 1 മൈനസ് ലാംഡ 2 ബാർ ഇൻറ്റു ഇന്ന പ്രൊഡക്റ്റ് x1 x2 ഈക്വൽ 0. ലാംഡ 1 മൈനസ് ലാംഡ 2 ബാറിന് 0 ആവാൻ പറ്റില്ല, കാരണം ലാംഡ 1 ലാംഡ 2 ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ഇന്ന പ്രൊഡക്റ്റ് x1 x2 എന്തായി പറ്റുള്ളൂ? ഓട്ടോമാറ്റിക്കലി ഈക്വൽ ടു 0 ആവണം. ദാറ്റ് ഈസ് അവരെന്തായിരിക്കും? ഓർത്തോഗണലായിരിക്കും. കാരണം ലാംഡ 1 മൈനസ് ലാംഡ 2 ബാർ 0 അല്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി എന്താ വെച്ചാൽ ലാംഡ 2 ബാർ എന്ന് പറഞ്ഞാൽ എന്തിനു വരാൻ പോണത്? ഇവിടുത്തെ ഐഗൻ വാല്യൂസ് റിയൽ ആണ്, കാരണം സെൽഫ് അഡ്ജോയിൻ്റ് ആയതുകൊണ്ട്. ലാംഡ 2 ബാർ എന്ന് പറഞ്ഞാൽ എന്തിനോട് സമമായിരിക്കും? ലാംഡ 2 സെയിം ആയിരിക്കും. ഓക്കെ, സോ ലാംഡ 1 മൈനസ് ലാംഡ 2 ബാർ ഒരിക്കലും എന്താവില്ല. ലാംഡ 1 മൈനസ് ലാംഡ 2 ബാർ 0 ആവാൻ പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ ലാംഡ 1 മൈനസ് ലാംഡ 2 ബാർ എന്ന് പറയുന്നത് എന്തിനോട് സമമാണ്? ലാംഡ 1 മൈനസ് ലാംഡ 2 സമമാണ്. സോ അത് 0 ആവാൻ പറ്റില്ല. കാരണം ലാംഡ 1 ലാംഡ 2 ഡിസ്റ്റിങ്ക്റ്റ് ആണ് നമ്മൾ അസംഷനിൽ എടുത്തിട്ടുള്ളത്. സോ ഇന്നപ്പോഴത്തെ x1 x2 എന്തായേ പറ്റുള്ളൂ? 0 ആയേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് x1 എന്ന് പറയുന്നത് ഓർത്തോഗണൽ ടു x2 ആയേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഓഫ് എ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആർ ഓർത്തോഗണൽ. അടുത്ത ഡെഫിനിഷൻ പറയാൻ പോകുന്നത് എ സബ്സ്പേസ് എൽ ഓഫ് എച്ച് ഈസ് കോൾഡ് ഇൻവേരിയൻ വിത്ത് റെസ്പെക്ട് ടു ആൻ ഓപ്പറേറ്റർ. എപ്പോഴാണ് പറയുക? ഇൻവേരിയൻ എന്ന് പറയുകയാണെങ്കിൽ അതിന് വേരിയേഷൻ വരുത്താൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് എ ഓഫ് എൽ എന്ന് പറഞ്ഞ സബ്സ്പേസിൻ്റെ ഇമേജ് എവിടെ തന്നെ വന്ന് കിടക്കണം? എല്ലിൻ്റെ അകത്ത് തന്നെ കിടക്കണം. സോ എ ഓഫ് എൽ കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു എൽ തന്നെ ആവണം. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയാൻ പോകുന്നത്. ഇഫ് എൽ ഈസ് ആൻ ഇൻവേരിയൻ വിത്ത് റെസ്പെക്ട് ടു ആൻ സിമെട്രിക് ഓപ്പറേറ്റർ എ, ദെൻ സോ ഈസ് എൽ പെർപ്പ്. എൽ പെർപ്പ് എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് ദാറ്റ് വിത്ത് പ്രോപ്പർട്ടി ഇന്നപ്പോഴത്തെ എക്സ് വൈ ഈക്വൽ ടു 0 ഫോർ എവരി വൈ എലമെൻറ്റ് ഓഫ് എൽ ആയിരുന്നു അല്ലേ? സോ എൽ ഇൻവേരിയൻ്റ് ആണെങ്കിൽ നമ്മളെന്താ പറയണത്? വിത്ത് റെസ്പെക്ട് ടു സിമെട്രിക് ഓപ്പറേറ്റർ ആണെങ്കിൽ എ ആണെങ്കിൽ എൽ പെർപ്പ് എന്തായിരിക്കും എന്ന് പറയുന്നത്? നമ്മൾ സിമെട്രിക് ആണെന്നുള്ളതാണ്, ഇൻവേരിയൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാം? അപ്പോൾ ഇപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് എ ഓഫ് എൽ പെർപ്പ് കണ്ടെയ്ൻഡ് ഇൻ എൽ പെർപ്പ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, ലെറ്റ് വൈ എലമെൻറ്റ് ഓഫ് എൽ പെർപ്പ് എടുത്തു ആൻഡ് എക്സ് എലമെൻറ്റ് ഓഫ് എൽ എടുത്തു. സിൻസ് എൽ ഈസ് ഇൻവേരിയൻ്റ് അണ്ടർ എ, എന്ത് പറയാൻ പറ്റും? ഇൻവേരിയൻ്റ് ആണ് തന്നിട്ടുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് പറയാൻ പറ്റും? എ എക്സ് എവിടെ തന്നെ ഉണ്ടാവും? എല്ലിൽ തന്നെ ഉണ്ടാവും. ഇനി ക്ലൈം എന്താ? എ വൈ എന്ന് പറയുന്നത് എവിടെ തന്നെയാണ്? എൽ പർപ്പിൽ ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കേണ്ടത് അല്ലേ? വൈ എലമെൻറ്റ് ഓഫ് എൽ പർപ്പിൽ ഉണ്ടെങ്കിൽ എ വൈവും എൽ പർപ്പിൽ ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ ഇന്നപ്പോഴത്തെ അത് കാണിക്കുക എങ്ങനെയാണ്? ഇന്നപ്പോഴത്തെ എ വൈ എക്സ് എടുത്തു, ഇന്നപ്പോഴത്തെ എ വൈ എക്സ് എടുത്താൽ എങ്ങനെ എഴുതാൻ പറ്റും? തന്നെ ഇന്നപ്പോഴത്തെ വൈ കോമ എ സ്റ്റാർ എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ? പക്ഷേ എ സ്റ്റാർ എന്ന് പറയുന്നത് എന്തായി മാറും? എ സെൽഫ് അഡ്ജോയിൻ്റ് സിമെട്രിക് ആണെന്നുണ്ട്, അതായത് സെൽഫ് അഡ്ജോയിൻ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ സ്റ്റാർ എന്തായി മാറും? എ ആയി മാറും. ദാറ്റ് ഈസ് ഇന്നപ്പോഴത്തെ എ വൈ എ എക്സ് ആയി മാറും. പക്ഷേ നമ്മൾ എഴുതൽ പ്രത്യേകം എന്താ? എ എക്സ് അവിടുത്തെ മെമ്പർ തന്നെയാണ്, എല്ലിലെ മെമ്പറാണ്. വൈ എവിടെ നിന്ന് എടുത്തിട്ടുള്ള എൽ പർപ്പിലാണ്. ദാറ്റ് ഈസ് ഇന്നപ്പോഴത്തെ എന്തായി ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി 0 ആവും. ദാറ്റ് ഈസ് ഇന്നപ്പോഴത്തെ എ വൈ എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ് ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് എൽ. ദാറ്റ് ഈസ് ഇന്നപ്പോഴത്തെ എ വൈ എവിടെ ഉണ്ടാവും? ഓട്ടോമാറ്റിക്കലി എ വൈ എൽ പർപ്പിൽ ഉണ്ടാവും. നമുക്ക് എന്താ കാണിക്കേണ്ടിയിരുന്നത്? ഏത് വൈ എലമെൻറ്റ് ഓഫ് എൽ പർപ്പ് എടുത്താലും എ വൈ എവിടെ തന്നെ ഉണ്ടെന്ന് കാണിക്കണം? എൽ പർപ്പിൽ ഉണ്ടെന്ന് കാണിക്കണം. സോ നമ്മൾ കാണിച്ചു. ദാറ്റ് ഈസ് എല്ല് ഒരു സബ്സ്പേസ് ആണ്. എ സിമെട്രിക് ഓപ്പറേറ്റർ ആണെങ്കിൽ എല്ല് ഇൻവേരിയൻ്റ് ആണെന്ന് വെച്ചാൽ സബ്സ്പേസ് ആണെങ്കിൽ എൽ പർപ്പും ഇൻവേരിയൻ്റ് സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, എക്സാമ്പിളാണ് ലെറ്റ് എച്ച് ഈക്വൽ ടു R2 എടുത്തു. എ ഫ്രം R2 ടു R2 ഡിഫൈൻ ചെയ്യണു. ഹിൽബർട്ട് സ്പേസ് R2 എടുത്തിട്ടുണ്ട്. എങ്ങനെ ഡിഫൈൻ ചെയ്യണേ? എ ഓഫ് x1 കോമ x2 ഈക്വൽ ടു x1 കോമ 0 എടുത്തിട്ടുണ്ട്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് എൽ ഈക്വൽ ടു x കോമ 0 എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ദെൻ ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ ഇതെന്താ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ മാപ്പിംഗ് എ ഓഫ് x1 കോമ x2 ആണ് എടുത്തിട്ടുള്ളത്. എല്ലാം എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എക്സ് കോമ 0 എക്സ് എലമെൻറ്റ് ഓഫ് ആർ തന്നെ എടുത്തിട്ടുള്ളത്. സോ ഇമേജ് എടുക്കുമ്പോൾ എ ഓഫ് എക്സ് കോമ 0ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എക്സ് കോമ 0 തന്നെയാണ്. സോ ഉറപ്പായും വീണ്ടും അവിടെ തന്നെ ഉണ്ടാവും എല്ലിൽ മെമ്പർ തന്നെയാണ്. ദാറ്റ് ഈസ് എൽ ഈസ് ഇൻവേരിയൻ്റ് അണ്ടർ എ തന്നെയാണ്. ഓക്കെ,
അടുത്തെന്താ properties of 6.1.4 എന്താ if a and b are symmetric operator ab equal to ba then ab is also symmetric. എന്താ രണ്ട് സിമെട്രിക് ഓപ്പറേറ്ററുകളുടെ കോമ്പോസിഷൻ എടുത്താൽ വീണ്ടും എന്തായിരിക്കണം പറയുന്നത് സിമെട്രിക് ആവും എപ്പോൾ എ ബി ഈക്വൽ ടു എന്താവുമ്പോൾ ബി ആവുമ്പോൾ. ഓക്കെ, എന്താ കാണിക്കണ്ടേ ഗിവൺ എ സ്റ്റാർ ഈക്വൽ ടു എ അല്ലേ, ഡെഫിനിഷൻ തന്നിട്ടുള്ളതാണ് എ സിമെട്രിക് ആണെന്നിട്ടുണ്ട്, സോ എ സ്റ്റാർ ഈക്വൽ ടു എ ആണ്. ബി സിമെട്രിക് ആണെന്നിട്ടുണ്ട്, സോ ബി സ്റ്റാർ ഈക്വൽ ടു ബി ആണ്. എ കോമ ബി എൽ ഫ്രം എച്ച് ടു എച്ച് ആണ്. നമുക്ക് എന്താ അറിയാം ഇന്നപ്പോഴത്തെ എ ബി എക്സിൻ്റെ കാര്യം നോക്കാൻ പോകുന്നത്. ഇന്നപ്പോഴത്തെ എ ബി എക്സ് വൈ ഈക്വൽ ടു എന്ത് വരാൻ പറ്റും, ബി എക്സിനെ മാത്രമേ വെക്ടറായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ബി എക്സ് എ സ്റ്റാർ വൈ ആയി മാറി. പക്ഷേ ബി എക്സ് എ സ്റ്റാർ വൈനെ എന്തായി മാറ്റാൻ പറ്റും, ബി എക്സ് എ വൈ എന്നെ ആയിട്ട് എഴുതാം അല്ലേ, ദാറ്റ് ഈസ് ദിസ് ഈസ് ബി എക്സ് എ വൈ എന്നെ ആയിട്ട് എഴുതി. ഇനി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ബീനെ അങ്ങോട്ട് കൊണ്ടുപോകാം, ദാറ്റ് മീൻസ് എക്സ് കോമ ബി സ്റ്റാർ ഓഫ് എ വൈ എന്ന് എഴുതാം. പക്ഷേ ബി സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ്, ദാറ്റ് ഈസ് ഇന്ന പ്രൊഡക്റ്റ് എക്സ് കോമ ബി എ വൈ ആവും. സോ എന്താ ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഇന്ന പ്രൊഡക്റ്റ് എ ബി എക്സ് വൈ എന്ന് പറയുന്നത് ഇന്ന പ്രൊഡക്റ്റ് എക്സ് ബി എ വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇത് സെൽഫ് അഡ്ജോയിൻ്റ് ആവണമെങ്കിൽ എന്ത് വേണം, എ ബി ഈക്വൽ ടു ബി എ ആവണം. സോ ഇന്ന പ്രൊഡക്റ്റ് എ ബി എക്സ് കോമ വൈ ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് എക്സ് കോമ എ ബി വൈ. ഒന്നും കിട്ടിയിട്ടില്ല. ഇന്ന പ്രൊഡക്റ്റ് എ ബി എക്സ് കോമ വൈ ഈക്വൽ ടു ഇന്ന എക്സ് കോമ എ ബി വൈ. ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ബിയും ബിയും സെയിം ആണെന്നുള്ളത്. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇന്നപ്പോഴത്തെ എ ബി എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇന്നപ്പോഴത്തെ എക്സ് കോമ എ ബി വൈ കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ എഴുതാൻ തന്നെ വീണ്ടും എക്സ് കോമ എ ബി സ്റ്റാർ ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും, ഈക്വൽ ടു ഇന്നപ്പോഴത്തെ എക്സ് കോമ എ ബി വൈ ആണ്. ദാറ്റ് ഈസ് എക്സ് കോമ എ ബി സ്റ്റാർ ഓഫ് വൈ ഈക്വൽ ടു ഇന്നപ്പോഴത്തെ എക്സ് കോമ എ ബി വൈ. സോ രണ്ടിന് ഡിഫറൻസ് ഒരുമിച്ചെടുക്കാം. ഇന്നപ്പോഴത്തെ എക്സ് കോമ എ ബി സ്റ്റാർ മൈനസ് എ ബി ഓഫ് വൈ ഈക്വൽ ടു 0 ഫോർ എവരി എക്സ്. ദാറ്റ് ഈസ് ഇന്ന പ്രൊഡക്റ്റ് എക്സ് കോമ എക്സ് ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ആണെങ്കിൽ എന്ത് കിട്ടും, ഓട്ടോമാറ്റിക്കലി എ ഈക്വൽ ടു 0. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്നപ്പോഴത്തെ എക്സ് വൈ ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ആണെങ്കിൽ വൈ ഈക്വൽ ടു 0 ആണ്. സോ സെയിം പ്രകാരം എ ബി സ്റ്റാർ ഓഫ് എ ബി ഓഫ് വൈ ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് എ ബി സ്റ്റാർ ഈക്വൽ ടു എ ബി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എ ബി എന്തായി മാറി, സെൽഫ് അഡ്ജോയിൻ്റ് ആയി മാറി. ഓക്കെ.